ലോകകപ്പിൽ ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ 3 ഗോളിനാണ് മുന്നിൽ. 23-35 മിനിറ്റുകളിൽ മെഥേയൂസ് കൂന്നെയാണ് ഇരട്ട ഗോൾ നേടിയത്. 45-ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ 3-ാം ഗോൾ നേടി. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദും മലപ്പുറം മഞ്ചേരിയിലെ ബിഗ് സ്ക്രീനിൽ നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കിപ്പം തത്സമയമുണ്ട്. ആദ്യം നമുക്ക് നിലവിലെ കളിയുടെ ഒരു പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് കിലാഫിനോട് ചോദിക്കാം. കിലാഫെ, ഗുഡ് മോർണിംഗ്. ഒരു 3 ഗോൾ ആദ്യ പകുതിയിൽ തന്നെ 3 ഗോൾ പിറന്നു എന്ന് പറയുമ്പം അത് ബ്രസീലിനെ സംബന്ധിച്ച് വമ്പൻ നേട്ടമാണ്. കാരണം ഈ മത്സരം അത്രയും നിർണായകമായിരുന്നു ബ്രസീലിന്. ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സൈന് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാർ അല്ലെങ്കിൽ ഒന്നാമതായി തന്നെ ഫിനിഷ് ചെയ്ത് നോക്കൌട്ടിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രസീൽ ഇന്നത്തെ മത്സരത്തിൽ ഈ ഒരു നിർണായക പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഹെയ്ത്തിക്കെതിരെ ഇതുവരെ 51 മിനിറ്റുകൾ പൂർത്തിയാക്കുമ്പോൾ ഇതുവരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനം കാഴ്ചവെക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കാർലോ ആഞ്ചലോട്ടി ടീമിൽ 2 മാറ്റങ്ങളാണ് വരുത്തിയത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നിറം മങ്ങിയ ഇഗോർ തിയാഗോയെ മാറ്റി അവിടെ നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ മത്യൂസ് കൂഞ്ഞയെ കൊണ്ടുവരുന്നു. ആ മത്യൂസ് കൂഞ്ഞയാണ് ഇരട്ട ഗോളുമായി ബ്രസീലിന് തുടക്കത്തിൽ തന്നെ മേൽദാവത്യം നൽകിയത്. അത് 23-ാം മിനിറ്റും അതേപോലെ തന്നെ 36-ാം മിനിറ്റിലുമാണ് മത്യൂസ് കൂഞ്ഞ ഈ ഒരു ഇരട്ട ഗോളുമായി തിളങ്ങിയത്. ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതിരോധത്തിലാണെങ്കിൽ മറ്റൊരു മാറ്റവും കൂടി നടത്തി. ഇബാനസിന് പകരം ഡാനിലോ ടീമിലേക്ക് എത്തി. അതോടുകൂടി പ്രതിരോധത്തിലെ ഒരു പാളിച്ചകൾ, കഴിഞ്ഞ മത്സരത്തിൽ കണ്ട പാളിച്ചകളൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്രാവശ്യം കളിക്കളത്തിലെ ബ്രസീൽ തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം 3ാമത്തെ ഗോൾ ആദ്യ പകുതിയുടെ അവസാന ഇഞ്ചുറി ടൈമിലാണ് ബ്രസീൽ നേടിയത്. അത് വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു അത്യുഗ്രൻ ഗോളാണ് കണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഹെയ്ത്തിക്കെതിരെ 2ാം പകുതി ആരംഭിച്ചപ്പോൾ തന്നെ ഹെയ്ത്തി ഒരു ഗോൾ മടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ വിജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതെത്താനുള്ള സാധ്യത ഇപ്പോൾ ബ്രസീലിന് തുറന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം മൊറോക്കോ വിജയിച്ചെങ്കിലും അവരെക്കാൾ ഒരു ഗോൾ ഡിഫറൻസിന്റെ അധികത്തിൽ ആദ്യ ഈ ഒരു ഗ്രൂപ്പിൽ ഒന്നാമതെത്താൻ ബ്രസീലിന് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു നിലയിലാണെങ്കിൽ ഒന്നാമതെത്താൻ സാധിക്കും. എന്തായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം മുന്നോട്ട് പോകുന്നത്. 39-ാം മിനിറ്റിൽ റഫീഞ്ഞയെ വിളിച്ച് അവിടെ യുവതാരമായിട്ടുള്ള റയാനെ കാർലോ ആഞ്ചലോട്ടി ആദ്യ പകുതിയിൽ തന്നെ കളത്തിലേക്ക് എത്തിച്ചിരുന്നു. അതിൽ റഫീഞ്ഞയ്ക്ക് ചെറിയൊരു മസിൽ ഇഞ്ചുറി കാരണമാണ് പിൻവലിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ബ്രസീൽ ആരാധകർ. 3 ഗോളിനാണ് ഇപ്പോൾ ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്നത്. ശരി, ഓക്കെ കിലാഫെ.